ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ സാധാരണ എനിക്ക് വർക്ക് ഉണ്ടാവാറുള്ളതാണ്, പക്ഷേ ഇന്ന് എനിക്ക് ഓഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഇങ്ങനെ 2 ദിവസം അവധി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സാറ്റർഡേ സൺഡേ ഇങ്ങനെ ഒന്നിച്ച് കിട്ടുമ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കുറേ സമയം കിട്ടിയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ കസിൻസിനെ ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വൈകിട്ട് എൻ്റെ 2 കസിൻസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഇന്ന് നമ്മൾ വൈകുന്നേരം ഇങ്ങടേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരും. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സമയമുണ്ട് കേട്ടോ. വൈകിട്ട് അവർ വരുള്ളൂ. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ തൊട്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഓർത്തുന്ന രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ വേഗം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. കാരണം ഇന്ന് ഇങ്ങനെ സമയം നമുക്ക് അങ്ങനെ അധികം കിട്ടാറില്ല. സൺഡേ എന്ന് പറയുമ്പോൾ മൊത്തം ബിസി ആയി പോവും. സൺഡേ എണീക്കണം തന്നെ നേരം വൈകിട്ടാണ്. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും എല്ലാ സമയം വെറുതെ ഉറങ്ങിക്കളയണ്ട, വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ തന്നെ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് എടുത്ത് 2 മുട്ടയൊക്കെ പുഴുങ്ങി കുറച്ച് പാലും കാച്ചിട്ട് ഇവാക്ക് കൊടുത്ത് പറ്റിച്ച് ഞാനും കഴിച്ച്. അപ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുള്ള കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അയ്യോ ഉള്ള ദിവസം മൊത്തം അങ്ങനെ കുക്ക് ചെയ്ത് തന്നെ തീരും കേട്ടോ. ഞാനല്ലെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളാണ് അധികവും ചെയ്യാറ് കേട്ടോ. എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ കുക്ക് ചെയ്യാനും ഒന്നും എനിക്ക് നേരം കിട്ടാറില്ല. കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു കേട്ടോ, ഞാൻ ജോലിയും ഇവാടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു വീഡിയോ ചെയ്യേണ്ട വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം കുറേ ഉണ്ട് പറയാനായിട്ട്. എനിക്ക് ജോലിയുടെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ ഞാൻ ക്ഷീണിച്ചു പോയി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം കേട്ടോ. കാരണം അതും എനിക്ക് കുറേ പറയാനുണ്ട്. അതും ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ നമ്മുടെ ഹോം ടൂർ ചെയ്യണം എന്ന് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹോം ടൂർ ഇല്ല, ഞാൻ ഹോം ടൂർ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു സോഫയും കൂടെ വാങ്ങാനുണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഞാൻ എന്തായാലും ഇനി സോഫ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണില്ല. ഞാനിപ്പോൾ തന്നെ ഹോം ടൂർ ചെയ്യാട്ടെ. ഇപ്പോൾ തന്നെ മീൻസ് ഈ ഒരു വീക്കിൽ തന്നെ ഞാൻ ഹോം ടൂറും പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വില്ലയെക്കുറിച്ചും വില്ലയുടെ ഡീറ്റെയിൽസും അങ്ങനെ കുറേ വിശേഷങ്ങൾ അറിയാനായിട്ട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഹോം ടൂർ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും വാങ്ങുന്നതൊക്കെ അനുസരിച്ച് പിന്നെ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു ഹോം ടൂർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് അവർ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സിപ്സും സാധനങ്ങളും അങ്ങനെയൊക്കെ മുച്ചി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവ അപ്പം തന്നെ നിർത്തി. അല്ല ഞാനും ഈ വൈകും ഞങ്ങൾ രണ്ടാളും നിർത്തിട്ടുണ്ട്. പിന്നെ ഷയ്യവയുടെ ഒരു പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. ചിക്ക് പോയിന്റിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ വന്നിരിപ്പുണ്ട്. ഇതൊക്കെ കാണിക്കണം, ഇതൊക്കെ വീഡിയോ ചെയ്യണം, എല്ലാം ഇങ്ങനെ പെൻഡിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തൊക്കെയോ ഇവിടെ ആകെ കോളായിട്ട് അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കിതൊക്കെ സോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ പറ്റില്ല. അപ്പോൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ നിന്നുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഷയ്യവേ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ് കേട്ടോ. ഷയ്യവേ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് അണ്ടർവെയേഴ്സ്, അതായത് ബ്രാസ്, പാൻറ്റീസ്, കാമിസോൾസ്, അതുപോലെ തന്നെ നൈറ്റ് വെയേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷയ്യവേ എന്ന് പറയുന്ന പേര് തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആട്ടോ. അതായത് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ഇവൊക്കെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര നാണമുള്ള ആളാട്ടോ. എനിക്ക് ഈ ഒരു ബ്രാ വാങ്ങാന്നൊക്കെ പറയണത്, അതായത് നാട്ടിലുള്ള സമയത്തൊക്കെ, നാട്ടിൽ മീൻസ് നമ്മൾ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോയി വാ തുറക്കൂല. ഉമ്മച്ചി തന്നെ പോയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഉമ്മച്ചി തന്നെ പോയിട്ട് അവരോട് പറയുക മോൾക്ക് ഒരു ബ്രാ വേണം, ഇതാണ് സൈസ് എന്ന് പറയുക. ചിലപ്പോൾ സൈസ് പോലും ഉമ്മച്ചിക്ക് അറിയണ്ടാവില്ല. അങ്ങനെ അവർ തന്നെ നമുക്ക് പാകത്തിനുള്ള ഒരു സൈസും ഒരു കളറും ഒക്കെ അവർ തന്നെ സെലക്ട് ചെയ്തെടുത്ത് തരിക. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പണ്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയിടേണ്ട ഒരു സാധനമല്ല. കാരണം നമ്മളുടെ എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, നമുക്ക്
എന്ന് വെച്ചാൽ അന്നെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ചുരിദാർ ഇട്ടാലും ടീഷർട്ട് ഇട്ടാലും എന്നിട്ടാലും ഈ സംഭവം തന്നെ ആയിക്കോട്ടെ ഇട്ടോണ്ടിരിക്കണേ. പക്ഷെ അങ്ങനെ അല്ല ശരിക്കും നമുക്ക് വാങ്ങണം. നമുക്ക് ഓരോ ഡ്രസ്സിന് ഓരോ ബ്രാ ഉണ്ട്. അതുപോലെ എന്താ പറയാ, നമ്മളുടെ ബോഡി ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും സെയിം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആവില്ല. ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന മോംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നഴ്സിംഗ് ബ്രാസ് ഉണ്ട്, അതുപോലെ തന്നെ പുഷപ്പ് ബ്രാസ് ഉണ്ട്, ഒരുപാട് ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മിനിമൈസർ ബ്രാസ് ഉണ്ട്, സ്പോർട്സ് ബ്രാസ് ഉണ്ട്, ബിഗിനേഴ്സ് ബ്രാസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ തന്നെ ഡിഫറെന്റ് ഉണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ബ്രാസ് ഉണ്ട്, സ്ട്രാപ്ലെസ് ബ്രാസ് ഉണ്ട്, ബ്രാലറ്റ് ബ്രാസ് ഉണ്ട്, അതുപോലെ കാമി ബ്രാ ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബ്രാസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് ചെറിയൊരു റിസർച്ച് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ ഇനി ബ്രാസ് ഒക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഈ ഷയ്യവേലാണെങ്കിൽ ഷയ്യവേ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അവരുടെ ആപ്പിൽ തന്നെ. അപ്പൊ അതിലിങ്ങനെ കുറേ സ്റ്റോറീസും കുറേ പേരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമുക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ പോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ സൈറ്റിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ 3 ബ്രാസ് എടുത്താൽ 899, അല്ലെങ്കിൽ പാഡഡ് ബ്രാസ് ഒക്കെ ആണെങ്കിൽ 1199. അങ്ങനെ ഈ ഓഫേഴ്സ് ചിലപ്പം ഓരോ മാസങ്ങളിൽ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. പക്ഷെ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ബ്രാസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 സ്പോർട്സ് ബ്രാസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പോർട്സ് ബ്രാസിൻ്റെയൊക്കെ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആണ് ഉള്ളത്. നമ്മൾ ഈ ഒരു സ്പോർട്സ് ബ്രാസ് മെയിൻലി എന്താ പറയുക, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് അങ്ങനെ റണ്ണിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ബോഡി ഹഗിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടൂലേ, അത് അധികം ഇങ്ങനെ കട്ടിയില്ലാത്ത ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളുടെയൊക്കെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ. ഇത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്പോർട്സ് ബ്രാ എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഫുൾ ടൈം അങ്ങനെ ഫുൾ ഡേ കണ്ടിന്യൂസ്ലി സ്പോർട്സ് ബ്രാ ഒന്നും യൂസ് ചെയ്ത് നടക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് പേർപ്പിൾ കളർ വന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബ്രാ ആണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇത് ലൈറ്റ്ലി പാഡഡ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ പാഡഡ് ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഒരു പിങ്ക് കളർ വന്നിട്ടുള്ള ഈ ഒരു സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ, കാണാനായിട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇട്ടാലും നല്ല കംഫർട്ടബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇതും കുറച്ച് പാഡഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്രാ ആണ് കേട്ടോ. അടുത്തതാ ഈ ഒരു ബ്രാ ആണ് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ബ്രാ ആണ് കേട്ടോ. അതായത് പാഡഡ് ഒന്നും അല്ല, നമുക്കിങ്ങനെ കംഫേർട്ടായിട്ട് ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ബ്രാ ആണ് കേട്ടോ. ഇതും ഒരു നോൺ പാഡഡ് ആയിട്ടുള്ള ഡെയിലി വെയർ ബ്രാ ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ഒരു ഫുൾ കവറേജ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോക്കിയാൽ നല്ല കവറേജ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്രാ ആണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ബ്രാ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബ്രാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് പോർഷൻസ് ഒക്കെ പുറത്തായിരിക്കും ഉണ്ടാവുക, നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടില്ല. പക്ഷെ ഈ ഒരു കൈൻഡ് ഓഫ് ഫുൾ കവറേജ് ആയിട്ടുള്ള ബ്രാസ് ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റും കേട്ടോ. അടുത്തത് ഈ ഒരു ഡാർക്ക് പേർപ്പിൾ കളറിലുള്ള ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രാ ആണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതെന്ന് വെച്ചാൽ മൗൾഡഡ് പ്ലഞ്ച് ബ്രാ എന്ന് കേട്ടോ പറയണേ. അതായത് ഇതിൻ്റെ ഈ ഒരു കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറ്റ പീസ് ഓഫ് ഫാബ്രിക് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ബ്രാസിലൊക്കെ ഈ ഒരു ബ്രായിലൊക്കെ നോക്കിയേ ഇതിങ്ങനെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിലിങ്ങനെ ഒറ്റ സിംഗിൾ പീസ് വെച്ചിട്ടാണ് ഈ ഒരു കപ്പ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം കവറേജ് ഉള്ള കൈൻഡ് ഓഫ് ഒരു ബ്രാ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ്. അടുത്തതും ഒരു മോൾഡഡ് ബ്രാ ആണ്. ഇതൊരു എവറിഡേ ഫുൾ കവറേജ് ബ്രാ ആണ് കേട്ടോ. നോക്കിയേ, ഇതെന്ന് വെച്ചാൽ ഒറ്റ പീസ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിൽ ഇടയ്ക്ക് ഒരു കട്ടിങ്ങും അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഒറ്റ പീസ് ഓഫ് ഫാബ്രിക് വന്നിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ബ്രാ ആണ് കേട്ടോ. ഇതും ഇട്ട് നടക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ അധികം പുറത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം പാഡഡ് ഒന്നും അല്ല, അങ്ങനെ അത്ര ഭയങ്കര കട്ടിയുള്ള കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഒന്നും അല്ല. നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ബ്രാ ആണ് കേട്ടോ. അടുത്തത് ഒരു മിനിമൈസർ ബ്രാ ആണ് കേട്ടോ. മിനിമൈസർ ബ്രാ എന്ന് ഞാൻ പറഞ്ഞാണല്ലോ, നമുക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നമ്മുടെ ബ്രസ്റ്റ് സൈസ് കുറച്ച് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ബ്രാ ആണ് കേട്ടോ. ഇതും നല്ല കംഫർട്ടബിൾ ആണ്. ഇതൊരു ലേസ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. 2 ലെയേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ നമുക്ക് ഇച്ചിങ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഷയ്യവേലെ എല്ലാ പ്രോഡക്റ്റും തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഉള്ളത്. അതുപോലെ ഈ ബ്രാസ് ഒക്കെ വാങ്ങിയപ്പോൾ എനിക്ക് 2 പാൻറ്റീസും കൂടെ
അതിനോട് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മിക്കപ്പോഴും ഈ ഒരു ഓഫർ ഉണ്ടാവും കേട്ടോ. ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അടുത്തത് ഞാനൊരു നൈറ്റ് വെയറും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതിന് തന്നെ പാൻസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. രണ്ടും തന്നെ അടിപൊളിയാട്ടോ. ഭയങ്കര കംഫർട്ടാണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 days ഓഫ് എക്സ്ചേഞ്ചും റിട്ടേൺ ഒക്കെ അവൈലബിൾ ആണോ. അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങി സൈസ് കറക്റ്റ് അല്ല എന്ന് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. ഇവർക്ക് റിട്ടേണും എക്സ്ചേഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആണെങ്കിൽ, അതായത് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് വാങ്ങുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ നമുക്കൊരു 5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കേ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കിച്ചണിൽ കയറട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കസിൻസ് ഒക്കെ വരുന്നുണ്ട് വൈകിട്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം തന്നെ തുടങ്ങിയാലേ ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പോയിട്ട് വേഗം പണികളൊക്കെ നോക്കട്ടെ. ഇവ ആണെങ്കിൽ ഇവിടെ നിന്ന് തുണിയാലക്കലും കാര്യങ്ങളൊക്കെ ആട്ടോ. ഭയങ്കര കളിയാണ് കേട്ടോ ഇവ. എന്ത് ചെയ്യണേ, പണി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു പാവയുടെ ഒരു ടവലുണ്ട്, അതെടുത്ത് വെച്ചിട്ട് അലക്കി അലക്കി അലക്കി. ഇതാണ് കേട്ടോ ഇവയുടെ പ്ലേ ഏരിയ. ഈ ടേബിളിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ അവളുടെ സാധനങ്ങൾ മൊത്തം. അങ്ങനെ അതും പറഞ്ഞു പോയാൽ ഞാനാട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുത്തിരുന്ന കാര്യം തന്നെ ഓർമ്മ വന്നത് അടുത്ത ദിവസം രാവിലെയാണ്. കാരണം നല്ല തിരക്കായി പോയി. അന്ന് എല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കലും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ബിസി ആയിരുന്നു. ഇതിപ്പോൾ അടുത്ത ദിവസമാട്ടോ, സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ നമ്മളെ ക്രിസ്മസിൻ്റെ തലേന്നാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിട്ട്. അപ്പോൾ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം. അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. എനിക്ക് ക്രിസ്മസിൽ എന്തോ സ്റ്റാറ്റസ് ഇടാനാണെന്നും പറഞ്ഞ് എന്തോ എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ അഫി എന്നെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അൽസീഫിലാണ്. അവിടെ ഒരു വലിയൊരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നേരം വൈകി 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 നോക്കിയാൽ ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ക്രിസ്മസ് ട്രീ ഇരുട്ടത്തെടുത്താലും നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ലൈറ്റുള്ള സമയത്തും അവിടെ എത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയപ്പം ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ. എത്തിയപ്പോൾ ഈ ഒരു നേരമായി. പിന്നെ ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇപ്പോൾ ഇരുട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അവിടെ പോയിട്ട് ആ ഉള്ള ക്രിസ്മസ് ട്രീയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഫി ഇതായിപ്പോൾ ഈ ഫോട്ടോ എടുക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഫോട്ടോ എടുത്ത് തരാമായിരിക്കുമെന്ന്. പക്ഷേ അഫി അങ്ങനെയല്ല. അഫി എവിടെ പോയി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലാണ് കേട്ടോ അഫിക്ക് ഏറ്റവും ഉത്സാഹം. പിന്നെ ഞാനിങ്ങനെ കാല് പിടിച്ചും പറഞ്ഞുമൊക്കെ ആയിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്രിസ്മസ് ട്രീ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ ആ ഒരു വൈബ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങനെ മുന്നേ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു കാറ്റും തണുപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് സ്ഥലം അങ്ങനെ അടിപൊളി ആവണം എന്നൊന്നും എനിക്കില്ല. പക്ഷേ ഈ ഒരു സ്ഥലം ശരിക്കും സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐക്യയിലാണ്. അപ്പോൾ ഇവിടെ ഇന്നൊരു 9 മണിക്ക് എന്തോ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഫിയുടെ കസിൻ ഉണ്ടായിരുന്നു, റമീസും സെമീന ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നപ്പോൾ നമ്മൾ അവരുടെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫെനലോപ്സിസ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. സെമിനൻ തരുന്നതാണ്. പക്ഷേ അതിൻ്റെ കുറേ കളേഴ്സും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ടുണ്ടായല്ലോ കേട്ടോ. നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായില്ല. ഇവിടെ ഒരു പ്ലേറ്റ്സ് കണ്ടോ, ഇതിന് 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നല്ല പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ 2 ദിർഹംസിന് ഭയങ്കര ലാഭമാണ്. അതുപോലെ തന്നെ നല്ല വലിയ ബൗളൊക്കെ കിട്ടും കേട്ടോ. അത് 4 ദിർഹംസേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്കയുടെ ഒരു 3 ദിർഹംസിൻ്റെ മഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും അവൈലബിൾ ആട്ടോ. പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഈ ഒരു ഫെസ്റ്റിവൽ സിറ്റിയുടെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പം 10 മണിയായിട്ടോ. 9 മണിക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോഴാണെന്തോ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ 10 മണിയായപ്പോൾ ചെന്നപ്പോൾ അവിടെ പിന്നെയും സോങ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ലേസർ ഷോ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായി.
ശരിക്കും വീഡിയോയിലാട്ടോ ഞാനിതിങ്ങനെ നേരിട്ട് കാണുന്നത്. അവിടെ നിന്നിട്ട് എനിക്ക് പകുതിയും കാണുന്നുണ്ടായില്ല കേട്ടോ, കാരണം ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ നിൽക്കണോണ്ട് തന്നെ ഒന്നും കാണുന്നുണ്ടായില്ല. പിന്നെ ഇവിടെയും വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കിസൈൻസിലുള്ള കാലിക്കറ്റ് സ്റ്റോറീസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ജ്യൂസി ടർക്കിഷ് ചാർക്കോൾ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സൂപ്പാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പായിരുന്നേ. പിന്നെ ഈ ഒരു ചാർക്കോൾ ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ, പേര് പോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചാർക്കോളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയോ 1-2 ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.